സത്യത്തിൽ എന്റെ വരവിന് കാരണം ഭക്ഷണം കഴിച്ച് 1-2 പേര് പറഞ്ഞ റിസൾട്ടാണ്. നാളെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു 100 പേരുണ്ടാകും. 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമോ? 100 പേർക്കോ? അയ്യോ, 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമൊന്നും ഞങ്ങളുടെ അടുത്തില്ല. അവള് പിന്നെ ഈ ജന്മത്ത് തല ഉയർത്താത്ത പരിപാടി മുത്തശ്ശി കാണിച്ചു തരാം. ഇപ്പൊ തന്നെ പോവാൻ പറയട്ടെ. വിട്ടോടി മോളെ. അതെ, അയാളോടെ കൃത്യമായിട്ട് പറഞ്ഞേക്കണം. സിനിമയ്ക്കാണെന്നോ നമുക്കാണെന്നോ പറഞ്ഞേക്കരുതെന്ന്. അതൊക്കെ അവന്മാര് പറഞ്ഞോളൂ മുത്തശ്ശി. നേരം വെളുത്ത വൈകുന്നേരം വരെ കള്ളം പറയുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇന്ന് കിട്ടിയ തിരിച്ചടിക്ക് നാളെ നമ്മൾ മറുപടി കൊടുക്കും അല്ലേ? സുകുമാരി മുത്തശ്ശി കൊടുക്കുന്ന മറുപടി അത് ചൂടോടെ തന്നെ കൊടുക്കണം. ഐശ്വര്യ, എന്തായി അന്വേഷണത്തിന്റെ റിസൾട്ട്? സോറി മാഡം, സത്യം പറഞ്ഞ നമ്മുടെ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ നിഗമനത്തിൽ പോലീസുകാരുടെ അന്വേഷണത്തിൽ തന്നെയാണ് നമ്മളും എത്തി നിൽക്കുന്നത്. ശ്യാമ മേഡവും കൂടെയുള്ള സ്ത്രീയും ഏത് വഴിക്കാണ് സഞ്ചരിച്ചിരിക്കുക എന്ന് ഒരു റിപ്പോർട്ടും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഒരു എവിഡൻസും തൽക്കാലം നമ്മുടെ കയ്യിലും ഇല്ല. കൂടുതൽ അന്വേഷണം ഏത് രീതിയിലാണ് വേണ്ടതെന്ന് മേഡം പറഞ്ഞിരുന്നെങ്കിൽ. നമുക്ക് മൊത്തം ടീമിന്റെ കൂടെ ഇരുന്ന് അതൊന്ന് പ്ലാൻ ചെയ്യണം. സമയം വൈകുന്നത് അപകടമാണ്. കൊണ്ടുപോയിരിക്കുന്നവര് ഏത് രീതിയിലാ പെരുമാറണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാഡം, സംസ്ഥാനത്തിന് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സെലിബ്രിറ്റി അപ്രത്യക്ഷമായതിൽ ഒരുപക്ഷെ നോർമലായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് സംശയമുണ്ട്. ഒരു ഘട്ടത്തിൽ CM വരെ ഇടപെട്ട കേസല്ലേ? പോലീസിന്റെ അന്വേഷണം എന്നും അങ്ങനെയായിരിക്കുമല്ലോ. അതേ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമുക്ക് നമ്മുടേതായ മാർഗം കണ്ടെത്തണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാധികയെ ഇപ്പൊ ഇതൊന്നും അറിയിക്കാൻ പറ്റില്ല. ഞാൻ അവളുടെ അമ്മയെ കണ്ടെത്തും, അവളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാ രാധിക. നമുക്ക് പറ്റും മാഡം. മാഡത്തിന്റെ ടീം വർക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു. നമ്മുടെ ഒരു ടീം മീറ്റിംഗ് അറേഞ്ച് ചെയ്യേ. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാം. ഗായിക ശ്യാമ തിരിച്ചു വന്നേ പറ്റൂ. അതെല്ലാവരുടെ ആവശ്യം. അമ്മ വേണേ പോയി കിടന്നോ, ക്ഷീണം ഉണ്ടാവും. ഓ, നിനക്കില്ലാത്ത ക്ഷീണം എനിക്കും വേണ്ട. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാന്നേ. നമസ്കാരം. നമസ്കാരം. ആരാ? എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഈ രാധിക എന്ന് പറയുന്നത് ഞാനാ. എന്താ? അകത്തിരുന്ന് സംസാരിക്കുന്നതിന് വിരോധമുണ്ടോ? അയ്യോ ഇല്ല, വരൂ, ഇരിക്കൂ. കുട്ടി പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ? ഉണ്ട്. സത്യത്തിൽ എന്റെ വരവിന് കാരണം ഭക്ഷണം കഴിച്ച് 1-2 പേര് പറഞ്ഞ റിസൾട്ടാണ്. നാളെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു 100 പേരുണ്ടാകും. 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമോ? 100 പേർക്കോ? അയ്യോ, 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമൊന്നും ഞങ്ങളുടെ അടുത്തില്ല. വേറെ എവിടെയെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ തന്നെ നല്ല സദ്യ കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടൊരു വരവിന്റെ ആവശ്യമില്ലല്ലോ. സംഗതി എന്താണെന്നറിയോ? ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. വിശേഷപ്പെട്ട കുറെ ആളുകളുണ്ട്. അവരെയൊക്കെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുമ്പോ ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് അങ്ങനെ ആയിരിക്കണമല്ലോ. പക്ഷേ ഞങ്ങളുടെ സൗകര്യങ്ങള് പറഞ്ഞല്ലോ. അതെ, പണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്നതിൽ നിന്ന് 10-20 കൂടിയാലും കുഴപ്പമില്ല. സംഭവം ഗ്രാൻഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അഡ്വാൻസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അല്ല, നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് അന്വേഷിച്ചു വന്നിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. 100 പൊതിച്ചോറാണോ ഉദ്ദേശിക്കുന്നത്? അയ്യോ അല്ലല്ല, സദ്യയായിട്ട് വിളമ്പാൻ തന്നെയാ. സാധനങ്ങൾ ഒരു വണ്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. വണ്ടിയുടെ പൈസയൊക്കെ ഞങ്ങൾ തന്നെ പേ ചെയ്തോളാം. ശരി,
എന്നാ പിന്നെ ആയിക്കോട്ടെ. ഉം. ഇത് 5000 രൂപയുണ്ട്. ബാക്കി എന്താണെന്ന് വെച്ചാ അവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്നതാണ് വില. അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. നിങ്ങള് ഇങ്ങനൊരു ആവശ്യത്തിന് വന്നെന്ന് കരുതി ഞങ്ങള് വില കൂട്ടൊന്നുമില്ല. ആ ആയിക്കോട്ടെ. നമ്പർ തന്നാൽ ഞാൻ അതിലേക്ക് വരേണ്ട ലൊക്കേഷൻ അയച്ചു തരാം. അല്ല, നിങ്ങളുടെ ഈ കാറ്ററിംഗ് യൂണിറ്റിന്റെ പേരെന്താണ്? ആറ്റുശ്ശേരി സദ്യ. ആഹാ, അപ്പൊ ഗംഭീരമായിട്ടുണ്ടല്ലോ. കേൾവിക്ക് തന്നെ ഒരു സുഖമുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ ശരി. അമ്മേ, നമ്മളൊരു കൊച്ചു സംരംഭം തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറുന്ന മാറ്റം നോക്കി. സംഗതി നല്ല തന്നെയാണ്. പക്ഷെ 100 പേരുടെ സദ്യ എന്നൊക്കെ പറയുമ്പോ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അമ്മേ, ആരെങ്കിലും 1-2 പേരെയും കൂടി വിളിക്കണോ? അത് വേണ്ട. നമുക്കിപ്പം മുതലങ്ങ് ഉത്സാഹിക്കാം മോളെ. എന്നാലേ പറ്റൂ. ഇപ്പോഴേ എനിക്കൊരു ആത്മവിശ്വാസമായിട്ടുണ്ട്. എന്തോ നല്ലത് വരാനുണ്ട്. ആ ചിന്ത തന്നെയാ ഏറ്റവും നല്ല കാര്യം. ഭഗവാന്മാര് നിന്നെ തോപ്പിക്കില്ല മോളെ. എന്താ പരമേശ്വര വിളിച്ചത്? അമ്മ ഇരിക്കേ, താനും ഇരിക്കടോ. ഒന്നുമില്ല, രണ്ടുപേരോടും കൂടി ഒരു കാര്യം ചോദിക്കാനാണ്. എന്താ? ഇവിടത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വെറുതെ പരസ്പരം കാണാതെ കരഞ്ഞു തീർക്കാനേ പറ്റൂ. എല്ലാവരും നല്ല ടെൻഷനിലാണെന്ന് എനിക്കറിയാം. ജീവിച്ചിരിക്കണമല്ലോ കുറച്ചു കാലമെങ്കിലും. ഒരു യാത്ര പോയാൽ എന്താന്നാ ആലോചന? എവിടേക്ക്? വേറെ എവിടേക്കാ? ഏതെങ്കിലും കുറെ ക്ഷേത്രങ്ങളിലേക്ക്. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാ. പരമേശ്വരേട്ടന് അതിന്റെ പേരും പറഞ്ഞ് കുറച്ചു ദിവസമെങ്കിലും ഇവിടെ നിന്നും മാറി നിൽക്കാലോ. ഞാൻ തനിച്ചൊരു യാത്ര നടത്തുന്നതിനെ കുറിച്ചല്ല ചിന്തിച്ചത്. നമ്മൾ 3 പേരും ഒരുമിച്ച് പോകാൻ വേണ്ടിയാ. അങ്ങനെ നമ്മൾ പോയാ പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാൻ? ശല്യം ഒഴിവായി കിട്ടിയെന്ന് ചിലപ്പോൾ ഇവരൊക്കെ കരുതിക്കൊള്ളും. അത്രയുള്ളൂ. കാര്യം നല്ലതാ. ഞാനായാലും പത്മിനിയായാലും ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. ജോലിയെടുക്കുന്ന കാര്യമല്ല, വല്ലാതെ അപമാനിക്കുന്നുണ്ട്. കുറച്ചു ദിവസം ആക്ഷേപങ്ങൾ കേൾക്കാതെ ഇരിക്കുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നേ. ആ നേരത്ത് കുറച്ച് ഭജനയോ ദൈവനാമോ എന്തെങ്കിലുമൊക്കെ കാതിലെത്തുമല്ലോ. എന്നാ പിന്നെ സംശയിക്കണ്ടമ്മേ. നമുക്ക് അടുത്ത ദിവസം തന്നെ പോകാം.